Hello everyone. Welcome to Easy Learning YouTube channel. I am Rajesh MP. Today I am going to take you to CBSE Class 10 Chapter 3 Economics. This chapter deals with the important questions and answers of chapter Credits and Money. If you have not yet subscribed to my channel, please subscribe and press the bell icon. If you liked my video, please like it and leave your valuable comments on the comment box. Now we can move on to the first question of this chapter. What are the modern forms of money? പണത്തിൻ്റെ അല്ലെങ്കിൽ നാണയത്തിൻ്റെ ആധുനിക രൂപങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. മണി ഈസ് സംതിങ് ദറ്റ് ക്യാൻ ആക്ട് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഇൻ ട്രാൻസാക്ഷൻസ്. ക്രയവിക്രയത്തിന് ഉപയോഗിക്കുന്ന ഉപാധിയാണ് മണി എന്ന് പറയുന്നത്. The first form of money is the currency. Modern forms of money include currency, paper notes and coins. It is accepted as a medium of exchange because the currency is authorized by the government of the country. കറൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോട്ടും അതിനോടൊപ്പം നാണയങ്ങളും വരുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് പറയുകയാണെങ്കിൽ രൂപയും പൈസയും. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതാത് സർക്കാരുകൾ അംഗീകരിച്ചിട്ടുള്ള ക്രയവിക്രയത്തിനുള്ള മാധ്യമത്തെയാണ് കറൻസി നോട്ട് എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂസ് കറൻസി നോട്ട്സ് ഓൺ ബിഹാഫ് ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ്. ഇന്ത്യയിൽ കറൻസി നോട്ട് അച്ചടിച്ച് ഇറക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് RBIക്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ളതാണ്. ആസ് പെർ ദ ഇന്ത്യൻ ലോ, നോ അതർ ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ ഈസ് അലൗഡ് ടു ഇഷ്യൂ കറൻസി. വ്യക്തികൾ നോട്ട് അടിച്ചിറക്കുകയാണെങ്കിൽ അത് കള്ള നോട്ടാണ്, നമുക്ക് ഏവർക്കും അറിയാം, അത് നിയമവിരുദ്ധവുമാണ്. The law legalized the use of rupee as a medium of payment that cannot be refused in settling transactions in India. അതായത് നിയമം എന്ന് പറയുന്നത് അത് അനുസരണമായി പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ക്രയവിക്രയത്തിന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ഉപാധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ കറൻസിയാണ്. Deposits with banks. People save their excess money by saving them in banks. നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മുടെ നിത്യേനയുള്ള ആവശ്യത്തിന് അധികമായി വരുന്ന തുക നമ്മൾ ബാങ്കുകളിൽ സൂക്ഷിക്കുന്നുണ്ട്. They deposit it with the banks by opening a bank account in their name. ജനങ്ങൾ അധികമായിട്ടുള്ള പൈസ സൂക്ഷിക്കുന്നതിന് വേണ്ടി അവര് സമീപത്തുള്ള ദേശസാൽകൃതമോ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിലോ ഷെഡ്യൂൾ ബാങ്കിലോ ഒക്കെ അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പതിവാണുള്ളത്. ബാങ്ക്സ് അക്സെപ്റ്റ് ദ ഡെപ്പോസിറ്റ്സ് ആൻഡ് ഓൾസോ പേ ആൻ എമൗണ്ട് ആസ് ഇൻട്രസ്റ്റ് ഓൺ ദ ഡെപ്പോസിറ്റ്. RBI നിശ്ചയിക്കുന്ന പലിശയ്ക്കനുസരിച്ച് നമ്മുടെ ഡെപ്പോസിറ്റുകൾ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ട് അതിന്മേൽ പലിശ തരുന്നു എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന സംഗതിയാണ്. People also have the provision to withdraw the money as and when they require. നമ്മൾ നിക്ഷേപിക്കുമ്പോൾ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള അത് പൈസ നമ്മുടെ നിക്ഷേപം പിൻവലിക്കാനുള്ള അധികാരവും ഓരോ അക്കൗണ്ട് ഹോൾഡർക്കും ഉണ്ട്. Since the deposits in the bank accounts can be withdrawn on demand, these deposits are called demand deposits. It's an important question from exam point of view. What do you mean by demand deposits? ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. The amount that can be withdrawn as per the demand of the customer is known as demand deposits. Now we can move on to check payment. Check payment. ചെക്ക് മുഖാന്തരമുള്ള പേയ്മെന്റിന് എന്താണ് എന്നുള്ളതാണ്. A check is a paper instructing the bank to pay a specific amount from the person's account to the person in whose name the check has been issued. നമ്മളെല്ലാവരും നിത്യേന ക്രയവിക്രയം ചെയ്യുന്നവരാണ്. ബാങ്കുകളിൽ നിന്ന് ചെക്ക് മുഖാന്തരം ക്രയവിക്രയം ചെയ്യുന്നവരാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ചെക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കടലാസ് തന്നെയാണ്, ബാങ്കിൻ്റെ തന്നെ മുദ്രയുള്ള ഒരു കടലാസ്. അതിൽ അക്കൗണ്ട് ഹോൾഡർ അദ്ദേഹം ആരുടെ പേരിലേക്കാണോ ക്രയവിക്രയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രസ്തുത തുക ആ ബാങ്കിൻ്റെ ആ പ്രസ്തുത കടലാസിൽ മുദ്രയുള്ള കടലാസിൽ എഴുതി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് ചെക്ക് പേയ്മെന്റ് എന്ന് പറയുന്നത്.
The modern forms of money, currency and deposits are closely linked with the working of modern banking system. ആധുനിക ബാങ്ക് സമ്പ്രദായത്തിൽ ബാങ്കിംഗ് വ്യവസ്ഥയിൽ നിക്ഷേപങ്ങൾക്കും കറൻസികൾക്കും വളരെ ഇടതൂർന്ന ബന്ധമാണുള്ളത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. Continuing with the lesson, we are moving on to the second question of this chapter. Explain the various types of loans. വായ്പകൾ ഏതെല്ലാം വിധത്തിലുണ്ട് അതേക്കുറിച്ചാണ്. People obtain loans from various sources. പണത്തിന് ആവശ്യം വരുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്നു? പലവിധ സ്രോതസ്സുകളിൽ നിന്നും പണം വായ്പയായി എടുക്കുന്നു. The various types of loans can be conveniently grouped as formal sector loans and informal sector loans. പലതരത്തിലുള്ള വായ്പകൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് പ്രധാനമായിട്ട് രണ്ട് കാറ്റഗറിയാണുള്ളത്. The formal sector loans and informal sector loans. ഫോർമൽ ആയിട്ടുള്ള ഫോർമൽ സെക്ടർ ലോൺസും ഇൻഫോർമൽ സെക്ടർ ലോൺസുമാണ് അത്. Among the former are loans from banks and cooperatives. ദേശസാൽകൃത സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നത് ഫോർമൽ സെക്ടർ ലോണുകളിൽ പെടുന്നവയാണ്. The informal lenders include money lenders, traders, employers, relatives, friends, etc. എന്നാൽ പലപ്പോഴും നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? ബാങ്കുകളെ ആശ്രയിക്കാതെയും നമുക്ക് ആവശ്യാനുസരണമുള്ള തുക നമ്മൾ വ്യക്തികളിൽ നിന്ന് വാങ്ങുന്നു. എന്ന് പറയുമ്പോൾ അത് സുഹൃത്തുക്കളാകാം, പ്രൈവറ്റ് ഫിനാൻസേഴ്സ് ആകാം, മണി ലെൻഡേഴ്സ്, അതായത് പണം വായ്പയ്ക്ക് പലിശ അടിസ്ഥാനത്തിൽ തരുന്നവരാകാം, സുഹൃത്തുക്കളോ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ മേധാവികളോ സഹപ്രവർത്തകരോ ആരുമാകാം. അത്തരത്തിലുള്ള വായ്പ വാങ്ങുന്നതിന് ഇൻഫോർമൽ സെക്ടർ ലോൺസ് എന്നാണ് അറിയപ്പെടുന്നത്. RBI supervises the functioning of formal sources of loans. അതായത് ആദ്യം പറഞ്ഞ ഫോർമൽ സെക്ടർ ലോൺസ് കൃത്യമായ വ്യവസ്ഥകൾക്കനുസരിച്ച് RBIയുടെ നിയന്ത്രണത്തിന് കീഴിലാണ്, അവരുടെ നേരിട്ടുള്ള മോണിറ്ററിംഗിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. Continuing with this question. For instance, we have seen that the banks maintain a minimum cash balance out of deposits they receive. ബാങ്കുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ RBIയുടെ ചില വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. വായ്പകൾ കൊടുക്കുന്നതും അക്കൗണ്ടുകൾ നിലനിർത്തുന്നതെല്ലാം അതനുസരിച്ചിട്ടാണ്, അവർക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അനുസൃതമായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ഡെപ്പോസിറ്റിൽ മിനിമം ഇത്ര തുക നിക്ഷേപിച്ചിരിക്കണം എന്നുള്ള വ്യവസ്ഥ വ്യക്തമാക്കാറുണ്ട് എല്ലാ ബാങ്കുകളും. അത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന വേളയിൽ വ്യക്തമായിട്ട് കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്താറുമുണ്ട്. The RBI monitors the banks in actually maintaining cash balance. RBI ചെയ്യുന്നത് എന്താണ്? ബാങ്കുകളുടെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യുന്നു. ഈ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള ക്യാഷ് ബാലൻസും മറ്റും അക്കൗണ്ടുകളിൽ നിലനിർത്തുന്നുണ്ടോ എന്ന് RBIയുടെ സൂപ്പർവിഷൻ മോണിറ്ററിംഗ് എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. Similarly, RBI sees that the banks give loans not just to profit-making businesses and traders but also to small cultivators, small-scale industries, to small borrowers, etc. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ RBIയുടെ ഉത്തരവാദിത്തം കേവലം ബാങ്കിന്റെ ലോണുകളും ഡെപ്പോസിറ്റുകളും മോണിറ്റർ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, സമൂഹത്തിന്റെ നാനാ തുറയിൽപ്പെട്ടവർക്കും ബാങ്കിൻ്റെതായ സേവനങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്ന് RBI വ്യക്തമായിട്ട് പരിശോധിക്കുന്നു. അതായത് വലിയ വലിയ ബിസിനസ്സുകാർക്കോ അല്ലെങ്കിൽ വലിയ കച്ചവടക്കാർക്കോ മാത്രമല്ല, കർഷകർക്കും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരും അതുപോലെ തന്നെ കുടിൽ വ്യവസായങ്ങൾക്കും ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവർക്കും എല്ലാം ബാങ്കിൻ്റെതായ സേവനം ഉറപ്പുവരുത്താൻ RBI തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നുണ്ട്. Compared to the formal lenders, most of the informal lenders charge a much higher interest on loans. നമ്മുടെയൊക്കെ അനുഭവത്തിൽ നമുക്കറിയാം, ബാങ്കുകളെ ആശ്രയിക്കുമ്പോൾ അവർക്ക് നിശ്ചിതമായ ഒരു പലിശയേ ഉള്ളൂ. എന്നാൽ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്തെന്ന് വെച്ചാൽ പ്രൈവറ്റ് ഫിനാൻസേഴ്സിനെ, അതായത് വ്യക്തികളിൽ നിന്നും ആയിക്കോട്ടെ അല്ലെങ്കിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്ലേഡുകാരായിക്കോട്ടെ, അവരിൽ നിന്നൊക്കെ നമ്മൾ നിക്ഷേപം സ്വീകരിക്കുമ്പോൾ ഭീമമായ പലിശ നമുക്ക് നമ്മൾ വാങ്ങുന്ന മുതലിൽ അവർ ഈടാക്കാറുണ്ട്. Thus the cost to the borrower of the informal loans is much higher. അതാണ്, the cost to the borrower of the informal loans is much higher. അപ്പോൾ ഇൻഫോർമൽ ലോൺസിന് പലിശ കൂടുതലായിരിക്കും. കാരണം അത് പലപ്പോഴും ആ മണി ലെൻഡർ നിശ്ചയിക്കുന്ന പലിശ നിരക്കായിരിക്കും. Higher cost of borrowing means a larger part of the earnings of the borrowers is used to repay the loan. അടിയന്തരമായിട്ട് ഈ മണി ലെൻഡേഴ്സിൽ നിന്ന് പണം വാങ്ങുന്നത് ഫോർമാലിറ്റികൾ കുറഞ്ഞിരിക്കുന്നു എന്നുള്ള അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും ഇതിനൊരു മറുവശമുണ്ട്. നമുക്കറിയാം,
നമ്മുടെ വരുമാനത്തിൻ്റെ ഏറിയ പങ്കും പലിശയ്ക്കായിട്ട് ഈ മണി ലെൻഡേഴ്സിന് കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാറുള്ളത്. ദിസ് കുഡ് ലീഡ് ടു ഇൻക്രീസിംഗ് ഡെപ്റ്റ് ആൻഡ് ഡെപ്റ്റ് ട്രാപ്പ്. പലപ്പോഴും കടക്കെണിയിൽ പെട്ടുപോകുന്ന അവസ്ഥയിൽ കടം വാങ്ങുന്നവർ പെട്ടുപോകാറുണ്ട് എന്ന് നമ്മുടെയൊക്കെ അനുഭവമാണ്. നമുക്ക് ചുറ്റും ഇങ്ങനെയുള്ള അനവധി സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. Also, people who might wish to start an enterprise by borrowing may not do so because of the high cost of borrowing. ഇതുകൊണ്ട് എന്ത് പറ്റുന്നു? ഒരു പുതിയ സ്ഥാപനം അല്ലെങ്കിൽ പുതിയ ഒരു സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, സംരംഭകർ, പലപ്പോഴും അവർ പ്രൈവറ്റ് ഫിനാൻസേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഫോർമൽ സെക്ടറിൽപ്പെട്ട മണി ലെൻഡേഴ്സിൽ നിന്ന് അവർ കടം വാങ്ങാൻ മടിക്കാറുണ്ട് എന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. ചീപ്പ് ആൻഡ് അഫോർഡബിൾ ക്രെഡിറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ദ കൺട്രീസ് ഡെവലപ്മെൻറ്റ്. അതാണ്, ചീപ്പായിട്ടുള്ള എല്ലാവർക്കും സ്വീകാര്യമായ വിധത്തിലുള്ള വ്യവസ്ഥ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. Only 10% of their loans are from informal sources, while 90% are from formal sources in urban areas. അതായത് ഇനി ഗ്രാമാന്തരങ്ങളിലും അല്ലെങ്കിൽ നഗരങ്ങളിലും ആളുകൾ ലോൺ എടുക്കുന്നതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇൻ അർബൻ ഏരിയാസ് only 10% of the loans constitute informal sources. 10% മാത്രമാണ് മണി ലെൻഡേഴ്സിൽ നിന്നും മറ്റും വാങ്ങുന്നതെങ്കിൽ 90% are from formal sources. നമ്മുടെ നഗരങ്ങളിലെയും വലിയ നഗരങ്ങളുടെ കഥയാണ് പറയുന്നത്. 90% ബാങ്കുകളിൽ തന്നെയാണ് അവിടെയുള്ള ജനങ്ങൾ ആശ്രയിക്കുന്നത്. The formal sector still meets about half of the total credit needs of the rural people. ഇനി ഗ്രാമങ്ങളുടെ കാര്യം എടുത്താൽ അവിടെ ഇതിൻ്റെ റേഷ്യോ 90-10 എന്ന് മാറി ഓൾമോസ്റ്റ് 50-50. അതായത് ഫോർമൽ ക്രെഡിറ്റേഴ്സിൽ നിന്നായിരിക്കും ഏകദേശം പകുതിയോളം പേര് പണം വായ്പ എടുക്കുന്നതെങ്കിൽ ബാക്കിയുള്ളവർ പലപ്പോഴും the remaining credit needs are met from informal sources. ബാക്കി പകുതിയോളം ജനങ്ങൾ നമ്മൾ പറയുന്നത് പോലെ ബ്ലേഡുകാരിൽ നിന്നും മറ്റ് പ്രൈവറ്റ് ഫിനാൻസേഴ്സിൽ നിന്നുമൊക്കെ പണം വായ്പ എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മോസ്റ്റ് ലോൺസ് ഫ്രം ഇൻഫോർമൽ ലെൻഡേഴ്സ് carry a very high interest rate and do little to increase the income of the borrowers. അതാണ് ഈ ഇൻഫോർമൽ ലെൻഡേഴ്സ് എന്താണ്, അവർ ഭീമമായിട്ടുള്ള പലിശ ഈടാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വായ്പ എടുക്കുന്നവരുടെ വരുമാനത്തെ അത് ഗണ്യമായിട്ട് ദോഷകരമായ വിധത്തിൽ സ്വാധീനിക്കുന്നു, ബാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ന്യൂനത എന്ന് പറയുന്നത്. Thus, it is necessary that banks and cooperatives increase their lending, particularly in the rural areas. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഇപ്പോഴും 50% മാത്രമേ റൂറൽ ഏരിയയിൽ ബാങ്ക്സിനും കോഓപ്പറേറ്റീവ് സെക്ടറിനും ഒക്കെ റോളുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ കുറെ കൂടെ ബാങ്കിങ് മേഖലയിലെ പ്രവർത്തനങ്ങൾ, സഹകരണ ബാങ്കുകളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ വരേണ്ടത് രാജ്യത്തിൻ്റെ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. സോ ദാറ്റ് ദ ഡിപ്പെൻഡൻസ് ഓൺ ഇൻഫോർമൽ സോഴ്സസ് ഓഫ് ക്രെഡിറ്റ് റിഡ്യൂസസ്. അങ്ങനെ വരുമ്പോൾ ജനങ്ങൾ ഇൻഫോർമലായ സോഴ്സുകളെ ആശ്രയിക്കുന്നത്, ഗ്രാമങ്ങളിൽ ആശ്രയിക്കുന്നത് കുറഞ്ഞു തന്നെ വരും. Again, while formal sector loans need to expand, it is also necessary that everyone receives the loans. വായ്പാ വ്യവസ്ഥകൾ സുതാര്യമാക്കുമ്പോൾ, ബാങ്കുകളും മറ്റും സുതാര്യമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ജനങ്ങൾ ഫോർമൽ സെക്ടേഴ്സിന്, സഹകരണ ബാങ്കിനെയും ദേശസാൽകൃത ബാങ്കിനെയും ആശ്രയിക്കുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. Thus, we have come to the end of this video. Thank you all.